2024 ബാലൻ ഡിയോർ ജേതാവായ റോഡ്രി അവാർഡിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുകയുണ്ടായി. അത് അടുത്ത വിവാദത്തിനാണ് വഴിതെളിച്ചിട്ടുള്ളത്. സ്പാനിഷ് ഔട്ട്ലെറ്റായ ദി കോപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ബാലൻ ഡിയോർ റാങ്കിങ്ങിൽ തനിക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ ഡാനി കാർവഹാളിനെ രണ്ടാമതും വിനീഷ്യസ് ജൂനിയറിനെ മൂന്നാം സ്ഥാനത്ത് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് റോഡ്രി പ്രസ്താവിച്ചത്. വിനീഷ്യസ് ജൂനിയർ റണ്ണറപ്പ് ആയതോടെ റോഡ്രിയുടെ അവാർഡ് നേട്ടത്തിനെ പലരും വിമർശിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. റോഡ്രിയുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ചില ആരാധകരും പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ വിജയത്തെ റോബറി എന്നാണ് പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. എന്നിരുന്നാലും വിനീഷ്യസ് ജൂനിയറും റിയൽ മാഡ്രിഡുമായി തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും തന്റെ അഭിപ്രായങ്ങൾ സത്യസന്ധമായ അഭിപ്രായമാണെന്നും റോഡ്രി വാദിക്കുന്നു. ഔദ്യോഗിക പോയിന്റ് പട്ടികയിൽ വിനീഷ്യസ് ജൂനിയറിൽ നിന്ന് ഒരു ചെറിയ മാർജിൻ മാത്രമാണ് റോഡ്രിയുടെ വിജയം. ഈ അവസരത്തിലാണ് റോഡ്രിയുടെ ഈ പ്രസ്താവന എന്നുള്ളത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആയിട്ടുണ്ടെന്നാണ് പലരുടെ ഇടയിലുള്ള വിമർശനം. കാരണം അദ്ദേഹത്തിന്റെ വിജയ സാധ്യത, അദ്ദേഹത്തിന്റെ വിജയം പലരും ചോദ്യം ചെയ്യുന്നു. അതിന് മറുപടിയായി തനിക്ക് വിനീഷ്യസ് ജൂനിയറും റിയൽ മാഡ്രിഡുമായി ഒരു പ്രശ്നവുമില്ലെന്നും തന്റെ അഭിപ്രായങ്ങൾ ആരെയും അനാദരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും റോഡ്രി ആവർത്തിക്കുന്നു. എന്നിരുന്നാലും ബാലൻ ഡിയോർ അവാർഡിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അടുത്തങ്ങും അണയുന്നതായി തോന്നുന്നില്ല. നിരവധി ആരാധകരും പണ്ഡിതന്മാരും റോഡ്രിയുടെ വിജയത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തുടരുന്നു. ബാലൻ ഡിയോർ റാങ്കിംഗ് എല്ലായ്പ്പോഴും ചർച്ചാ വിഷയമാണ്. ഈ വർഷവും അതിന് അപവാദമൊന്നുമില്ല. റോഡ്രി, വിനീഷ്യസ് ജൂനിയർ, കാർവഹാൾ തുടങ്ങിയ താരങ്ങളെല്ലാം ഉയർന്ന നിലവാരത്തിൽ പ്രകടനം നടത്തുന്നതിനാൽ ആരെയാണ് അവാർഡിന് അർഹനെന്ന് പറയാൻ പ്രയാസമാണ്. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ റോഡ്രിയുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളിലേക്ക് നമ്മളെ എത്തിച്ചു. അവാർഡ് നേടാൻ താൻ അർഹനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തുടർന്ന് കാർവഹാളും തുടർന്ന് വിനീഷ്യസ് ജൂനിയറും. ഇത് ശരിയായ റാങ്കിംഗ് ആണോ അല്ലയോ എന്നത് ചർച്ചകൾക്ക് വിധേയമാണ്. എന്നാൽ റോഡ്രിക്ക് ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായമുണ്ടെന്ന് വ്യക്തമാണ്. മൊത്തത്തിൽ റോഡ്രിയുടെ അഭിപ്രായങ്ങൾ ബാലൻ ഡിയോർ റാങ്കിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നു. ചിലർ അദ്ദേഹത്തിന്റെ വിലയിരുത്തലിനോട് യോജിക്കുമെങ്കിലും മറ്റുള്ളവർ വിയോജിക്കുന്നു. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ബാലൻ ഡിയോർ എല്ലായ്പ്പോഴും താല്പര്യമുള്ള വിഷയമാണ്. ഈ വർഷത്തെ റാങ്കിങ്ങും ഒരു അപവാദമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ഫോർ മോർ കണ്ടന്റ്, ട്രാവൽ, മൂവീസ് ആൻഡ് ഫുട്ബോൾ.